എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മിക്ക സ്ത്രീകളും ഇടയ്ക്കൊക്കെ പറയുന്നത് കേൾക്കാം, ഭർത്താവും കാമുകനും കൂടുതൽ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഭർത്താവും കാമുകനും നമ്മളെ കൂടുതൽ സ്നേഹിക്കാനായി ചില ടിപ്പുകൾ നമുക്ക് ഒന്ന് നോക്കാം. ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ കാമുകന് മറ്റൊരു ഗേൾഫ്രണ്ട് ഉണ്ടോ, അതുകൊണ്ടാണോ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എനിക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല, അല്ലെങ്കിൽ അവർ എനിക്ക് തീരെ സ്നേഹം നൽകുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ വ്യക്തികളെ കൂടുതൽ കെയർ ചെയ്യുന്നതിനും ഇമ്പോർട്ടൻസ് നൽകുന്നതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലരും സ്വയം ചോദിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിനുള്ള ആൻസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകാത്തത്? അവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാകാം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർ ലൈഫിൽ സെറ്റിൽ ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരായിരിക്കാം. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളുടെ പുറകെ ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെയും സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ വലിയ തീവ്രമായ ആഗ്രഹവുമായി നടക്കുന്നവരായിരിക്കാം. അപ്പോൾ കുറച്ച് ശ്രദ്ധ നമ്മളിൽ നിന്ന് പഴയ കാലത്ത് നമ്മൾക്ക് കിട്ടിയിരുന്ന മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ കുറച്ച് ശ്രദ്ധ അവിടേക്ക് പോയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളോട് അല്ലാതെ നമ്മളോട് സ്നേഹക്കുറവുണ്ടായിട്ടായിരിക്കില്ല. അതുപോലെ ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രശ്നവും ആയിരിക്കാം. ചില സമയത്ത് നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെയും ഇരിക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭർത്താക്കന്മാർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പരാതികൾ പറയുന്നതായിരിക്കാം. പണ്ട് പരാതികൾ പറഞ്ഞിരുന്നപ്പോൾ അവർ കേട്ടിരുന്നേക്കാം, പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് മച്യൂർഡ് ആയതുകൊണ്ട് ആ പരാതികൾ ചിലപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാ സമയത്തും എല്ലാ മനുഷ്യരുടെ സ്വഭാവം ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അല്ലെങ്കിൽ പുരുഷന്മാരോട് അങ്ങനെ ചെയ്യോ, ഇങ്ങനെ ചെയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറയുന്നതും ആയിരിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തേക്കാൾ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിന്നും കൂടുതൽ സ്നേഹവും കെയറിങ്ങും കിട്ടുന്നത് കൊണ്ടുമായിരിക്കാം. ഏതാണെന്ന് ഉള്ളത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ സ്വയം ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പരാതി പറയുന്നത് അവസാനിച്ച്, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, ആ പരാതി പറയുന്നതിന് പകരം നമ്മളിൽ ഒരു ക്വാളിറ്റി, നമ്മളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഏതാണ് നമ്മൾക്ക് കുറവ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ പണ്ട് നമ്മൾ നല്ല ബ്യൂട്ടി ആയിരിക്കാം, ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. ചിലപ്പോൾ ഫേസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കാം, തടി കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തടി കുറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പണ്ടത്തെ പോലെ നമുക്ക് ആവാൻ കഴിയില്ലെങ്കിൽ കൂടിയും കുറച്ചും കൂടി നമ്മൾ തടിയുള്ളവരാണ് തടി കുറയ്ക്കാൻ ശ്രമിക്കുക, തടിയില്ലാത്തവർ തടി കൂട്ടാൻ ശ്രമിക്കുക, കുറച്ച് ബ്യൂട്ടി ആവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ നമ്മളെ സ്വയം നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുമല്ലെങ്കിൽ ബെഡ്റൂമിലെ കാര്യങ്ങളായിരിക്കാം. ഭർത്താവിന് വേണ്ട രീതിയിൽ തൃപ്തികരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇപ്പോൾ സാധിക്കുമായിരിക്കില്ല. പണ്ടെല്ലാം നമ്മൾ അങ്ങനെ ചെയ്തിരുന്നിരിക്കാം. അപ്പോൾ അവിടെ സ്വയം ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ശോഭനമായി. അങ്ങനെ പരാതികൾ പറയാതെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്താൽ ഒരു പരിധിവരെ നമ്മളുടെ പഴയ സ്നേഹം തന്നെ നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടിപ്പുകളെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നല്ല രീതിയിലുള്ള ദാമ്പത്യവും സ്നേഹോഷ്മളമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുക.